ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു മിക്സഡ് വെജിറ്റബിൾ ദോശയുടെ റെസിപ്പി ആയിട്ടാണ്. ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അതുപോലെ നമുക്ക് സ്കൂളിൽ കുട്ടികൾക്കൊക്കെ കൊടുത്തു വിടാനാണെങ്കിലും നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം. അതിന് മുന്നേ പുതിയതായിട്ട് എൻ്റെ ചാനൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് മിക്സഡ് വെജിറ്റബിൾ ദോശ ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ഇതിനായിട്ട് ആദ്യം നമുക്ക് വേണ്ടത് ദോശമാവാണ്. ഇനി വേറെ എന്തൊക്കെ ഇതിലേക്ക് വേണമെന്ന് നമുക്ക് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 1/4 കപ്പ് സവാള വളരെ ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. എല്ലാം വളരെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. പിന്നെ ഒരു 1/2 കപ്പ് ക്യാബേജ് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 കപ്പ് ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളക് ഞാൻ ഒരെണ്ണം എടുത്തിട്ടുള്ളൂ, അത് നമ്മുടെ എരിവിനനുസരിച്ച് എടുക്കുക. പിന്നെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് കുറച്ച് മല്ലിയിലയാണ്. പിന്നെ നമുക്കിതിൽ വേണമെങ്കിൽ നോൺ വെജൊക്കെ ചേർക്കാം. ചിക്കൻ വേണമെങ്കിൽ അത് വേവിച്ച് ചേർക്കാം. അതുപോലെ ബീഫ് വേണമെങ്കിൽ അത് വേവിച്ച് ചേർക്കാം. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക. നമുക്കിതെല്ലാം കൂടി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. നമ്മൾ ദോശ ബാറ്ററിൽ മാത്രമേ ഉപ്പ് ചേർത്തിട്ടുള്ളൂ. അപ്പോൾ ഇതിലും കൂടെ ഉപ്പ് ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് ചീസും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് താല്പര്യമുള്ളവർ ചെയ്താൽ മതി കേട്ടോ. ഞാൻ കുട്ടികൾക്ക് കൊടുക്കുന്നതുകൊണ്ട് കുറച്ച് ചീസ് എടുത്തു എന്ന് മാത്രം. ഇനി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ദോശ ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. ഇത് നമുക്ക് അധികം അങ്ങോട്ട് പരത്തി കൊടുക്കണ്ട, ഈ ഒരു വലുപ്പത്തിൽ മതി. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ മേലേക്ക് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ തീ നമ്മൾ മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ഇത് അടിയൊക്കെ നന്നായിട്ട് കരിഞ്ഞു പോകും. ഇനി നമുക്കിതുപോലെ മേൽഭാഗത്തൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇത് നമ്മളിനി തിരിച്ചിടുന്നതാണ്, അപ്പോൾ വെജിറ്റബിളൊക്കെ താഴെ പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 2 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് പതുക്കെ ശ്രദ്ധിച്ചൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കൊരു 2 മിനിറ്റും കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഒരു 2 മിനിറ്റ് കൂടെ കഴിഞ്ഞിട്ടുണ്ട്. ഇതിന് വീണ്ടും ഒന്നുകൂടെ ഒന്ന് നമുക്ക് തിരിച്ചിടാം. ഇനി നമുക്കിതിൻ്റെ മേലെ കൂടെയൊക്കെ കുറച്ച് ചീസ് ഇട്ട് കൊടുക്കാം. ചീസ് ഇട്ട് കൊടുക്കുമ്പോൾ കുട്ടികൾക്കൊക്കെ നല്ലോണം ഇഷ്ടപ്പെടും. പിന്നെ വെജിറ്റബിളൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികളാണെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അവർ തീർച്ചയായിട്ടും കഴിച്ചോളും. ഇപ്പോൾ നമ്മുടെ ചീസ് നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇതിനെ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പം ഞാൻ ബാക്കിയുള്ളതും ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ പുതിയതായിട്ട് എൻ്റെ ചാനൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ.